ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നു. ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ടോ, ചായ കുടിച്ചില്ല. ഇവിടെ കണ്ട ഒരാൾ കിടന്നുറങ്ങണേ. ഞാൻ ഓടാൻ പോവാണ് തട്ടി കിടന്നുറങ്ങുന്നുണ്ട് ഇങ്ങനെ. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം സമയം എത്രയെന്ന് അറിയാം? സമയം 8:45 ഗൈസ്. അപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതെ. പിന്നെ ഇതാണ്ട് നമ്മൾ ലൈറ്റ്, നമ്മുടെ ലൈറ്റ് കിട്ടാൻ ഇത് നമ്മുടെ ട്രൈപോഡ് കുട്ടാൻ, ഇതിൻ്റെ ലാപ്ടോപ്പ് കുട്ടി. ഓക്കെ, എല്ലാവരും ഇവിടെ സജ്ജമായിരിക്കുകയാണ് ഗൈസ്. നമ്മളിവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാറുള്ളത്. ഈ ഒരു ഗ്യാപ്പിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കും, പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കും, പിന്നെ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണം. മൂന്ന് ഈ ഭാഗം, ബാക്ക്, ഈ സൈഡ്, പിന്നെ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡും കൂടി ഞാൻ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരു റൂമിൻ്റെ 4 ചുമരും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ഇപ്പോൾ പോയി ചായ കുടിക്കട്ടെ. നമുക്ക് ചായക്ക് എന്താണെന്ന് പോയി നോക്കാം. ഞാൻ ജസ്റ്റ് പല്ല് തേച്ച് വന്നിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ വന്നിട്ടേ ഉള്ളൂ. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി, എന്നിട്ട് വേണം അവനെ വിളിച്ച് ഏൽപ്പിക്കാം. എന്നിട്ട് വേണം എനിക്ക് പോകാൻ. ഞാൻ ചിലപ്പോൾ അമ്മേനെ കൂട്ടിയിട്ട് പോകും, അല്ലെങ്കിൽ അച്ഛനെ കൂട്ടിയിട്ട് പോകും. ഒറ്റയ്ക്ക് എന്തായാലും പോലെ കുറച്ച് അധിക ദൂരം നടക്കാനുണ്ട് ഗൈസ്. ഓൻ്റെ സ്കൂളിലേക്ക് പോവാം. TCക്ക് അപേക്ഷ കൊടുക്കണം, എന്നിട്ട് സ്കൂൾ മാറ്റി ചേർത്തണം ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ചായ കുടിക്കട്ടെ. ടാറ്റാ. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വന്നപ്പോൾ ഇരിക്കുന്നു ഗൈസ്. 2 പേര് എന്നെ കൂട്ടാതെ ചായ കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവരെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമുക്കിന്ന് ചായ കുടിക്കാൻ ദോശ, പിന്നെ ദോശൻ്റെ കൂടെ എനിക്ക് ഇഷ്ടമില്ലാത്ത കറി ഉരുളക്കിഴങ്ങിൻ്റെ ബാച്ചിയില്ലേ, അത് എന്ത് കോമ്പിനേഷൻ, എനിക്ക് ഇഷ്ടമല്ല. സാമ്പാർ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു ഗൈസ്. എന്നാലും അല്ലെങ്കിൽ ചട്നി വെള്ള ചട്ടി എന്നൊക്കെയാണല്ലോ ഭഗവാനെ പറയുന്നത്. വെള്ള ചട്നി ഇല്ലേ, ചട്നി മൂക്കടഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം അതിനോട് കിണി ഇങ്ങോട്ട് വരുന്നില്ലേ ചട്നീൻ്റെ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ചായ കുടിക്കാം. ചായ കുടിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചതിന് ശേഷം വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും പോകുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അങ്ങോട്ടേക്ക് നടക്കേണ്ടി വരും, അതേപോലെ തിരിച്ചിങ്ങോട്ടേക്ക് നടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ബുദ്ധിപരമായി ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ വിചാരിച്ചു കുളിക്കാതെ പോകാമെന്നുള്ളത്. മേലും കഴുകണ്ട, അങ്ങനെ വേഗം പോയിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കണം, ഇങ്ങോട്ടേക്ക് നടക്കണം. അപ്പോൾ അവൾക്ക് വന്നിട്ട് കുളിയും തേവാരമൊക്കെ ആവാമെന്ന് ഓർത്തിട്ട് ഞാൻ കുളിച്ചില്ല കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് പോകാമെന്നൊക്കെ ഓർത്തിരുന്നപ്പോൾ വന്നിരിക്കുന്ന ഒരാൾ സുതിമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ബാത്റൂമിൻ്റെ ആ ഭാഗം പണിയാൻ വേണ്ടിയിട്ട്, പണിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇത് ഗൈസ്. ഇന്നിവിടെ പണിയുണ്ട് കേട്ടോ. സുതിമ വന്നിട്ടുണ്ട്. എന്താ നമ്മൾ ഇന്നലെയല്ല, കുറച്ച് ദിവസം മുന്നേ നമ്മളെ സീലിംഗ് മൊത്തം പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ അവിടെയൊക്കെ വൃത്തിയാക്കി. ഇനി നമ്മൾ ബാത്റൂമില്ലേ, എൻ്റെ പൊന്നെ, ബാത്റൂമിൻ്റെ അവസ്ഥ ഒരു അരക്കഥയാണ് കഴിച്ച്. കാരണം നിലം മൊത്തം പൊളിഞ്ഞിട്ട് ഇപ്പോൾ മണ്ണിങ്ങനെ പുറമേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മര്യാദയ്ക്ക് ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതിനുകൊണ്ട് ആ ഭാഗം ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും കാലം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് കുളിച്ചത്, അത്രയ്ക്കും ശോചിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ നമ്മൾ ടൈൽസ് അതിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ടൈൽസ് ഇടണ്ട, പകരം ഇപ്പോൾ ആദ്യത്തെ പോലെ തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് കുറച്ച് പണികളൊക്കെ എടുപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. വീടിൻ്റെ അവസ്ഥ അറിയാലോ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് തന്നെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ സുതിമാവ് വന്നിട്ടുണ്ട്. സുതിമാവ് സാധനമൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ബാത്റൂമിൻ്റെ പണിയിലേക്ക് കിടക്കാം. പക്ഷെ നമുക്ക് പോകാനുണ്ട്. ഞാനും അമ്മയും മോനും ഇപ്പോൾ പോവാണ് കേട്ടോ. സ്കൂളിലേക്ക് പോവാണ്. അട്ടപ്പൊരി വെയിലത്താണ് ഇനിയിപ്പോൾ പോകേണ്ടത്. സമയം ഇപ്പോൾ 10:05 ഗൈസ്. 10:05. ഇനി വെയിലും കൊണ്ട് ഇത്തിരി കുറച്ച് ദൂരം എന്നുള്ളതോ, കുറച്ച് അധികം ദൂരം നടക്കാനുണ്ട്. നല്ല ഓട്ടോയും കിട്ടിയിട്ടുണ്ടെങ്കിൽ പോവുമായിരുന്നു. പക്ഷേ ഓട്ടോ കൊടുക്കാൻ പണം വേണ്ടേ, എവിടെയെങ്കിലും ഒപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നോക്കാം, അല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. ഞാൻ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. അമ്മ അലക്കാണ് കേട്ടോ. ഞാൻ
വിചാരിക്കുകയാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ ചിരവിയിട്ടൊന്ന് സെറ്റാക്കി വെക്കുക. പച്ചക്കറിക്ക് വേണ്ടിയുള്ളതൊക്കെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോയിട്ട് വേഗം വന്നിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ 10 മണിയായി. ഇനി പോണ ചായ കൊടുത്ത് കഴിഞ്ഞാൽ പോവാം. ഞാൻ കുളിക്കുന്നൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോട്ടെ, പോയി വന്നിട്ട് ഇനി കുളിക്കാം. കാരണം വേർത്ത് കുളിച്ച് പണ്ടാരടങ്ങി വരാനുള്ളതാണ്. അപ്പോൾ അതിനോണ്ട് ഞാൻ എന്തായാലും എൻ്റെ പണി എടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഇവിടെ വെക്കാം. തേങ്ങ ചിരകാനുണ്ട്. ഇപ്പോൾ കറിക്കുള്ള തേങ്ങ അരച്ച് വെക്കുക, കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടി കറി വെക്കാനല്ലേ ഉള്ളൂ, തിരിച്ച് വരുമ്പോഴേക്ക് വേഗം വെക്കാമല്ലോ എന്നോർത്ത് അതൊക്കെ ചെയ്ത് വെച്ചിട്ട് ഞാനും അമ്മയും മോനും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഈ ഒരു ഏരിയയിലെ നമ്മൾ നടന്നു വരുന്ന ഭാഗം അവിടെ ഭയങ്കര വെയിലുണ്ടാവുക. ഒരു 7:30 സമയമാകുമ്പോഴേക്ക് വെയിലങ്ങ് കിഴക്ക് ഭാഗമാണ് ആ ഭാഗം. പുതുപ്പ് ഭയങ്കര ചൂടൊക്കെ ഉണ്ടാവുക. പിന്നെ ഉച്ചക്കത്തേക്കുള്ള വെയിലിൻ്റെ കാര്യം പറയാൻ വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണൂർ റോഡിന് അങ്ങോട്ടേക്കാണ് കേട്ടോ പോകാനുള്ളത്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ എത്തി ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിച്ച് നടന്ന് വരാമെന്ന് ഓർക്കുന്ന സമയത്ത് നമുക്കൊരു വണ്ടി കിട്ടി. അപ്പോൾ പിന്നെ അതിൽ കയറിങ്ങ് പോകുന്നു. അതാണെങ്കിൽ പൈസ വാങ്ങിയതുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പോൾ അങ്ങോട്ടേക്കും ബസ്സിന് പോയി, തിരിച്ചിങ്ങോട്ടേക്ക് ഈ വണ്ടിയും കിട്ടി. ഞാനത് ഫാസ്റ്റാക്കി കാണിക്കുകയാണ് കേട്ടോ. അത്ര ഫാസ്റ്റിലൊന്നുമല്ല പോകുന്നത്, ഫാസ്റ്റാക്കി കാണിക്കുകയാണ് കേട്ടോ വീഡിയോ. അത്രമാത്രം ദൂരം നടക്കാനുണ്ട്. നടന്ന് വരികയാണെങ്കിൽ ഒരു വണ്ടിയോട്ട് കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ വണ്ടി കിട്ടിയ സമയത്ത് പൈസ കൊടുത്തിട്ട് കയറാമെന്ന് തന്നെയാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയല്ലോ, ഇറങ്ങിയ സമയത്ത് ഏട്ടൻ പറഞ്ഞ് പൈസ വേണ്ടാന്ന്. ഫൈനലി നമ്മളവിടെ പോയി വരുന്നു. സ്കൂളിൽ പോയി അപേക്ഷ കൊടുത്തു TCക്ക്. ഇപ്പോൾ അതാ വരികയാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു വണ്ടി കിട്ടി. ഫ്രീ ആയിട്ട് നമ്മളിവിടെ വന്ന് ഇറങ്ങിയില്ല, പൈസ ഒന്നും വാങ്ങിയില്ല. നമ്മളെ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. പേര് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഹോട്ടലിൽ കയറി ഞങ്ങൾ അവിടുത്തെ ഒരു ചിക്കൻ കറി വാങ്ങി. അച്ഛൻ മീൻ പൊരിച്ചത് ഓൾറെഡി വാങ്ങിക്കൊണ്ടതിനോണ്ട് നമ്മൾ ചിക്കൻ്റെ കറി വാങ്ങി. നമ്മൾ അവിടുത്തെ ഒരു 10 രൂപയ്ക്ക് എമിലി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. എമിലി ഫാൻസാണ് ഞങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഇതെന്താ അറിയോ, ഇത് എമിലിയാണേ. കറിയുണ്ടാവും ചിലപ്പോൾ. നല്ല ടേസ്റ്റാണ്. പുളി മിഠായിയൊക്കെ അല്ലേ, പുളി മധുരം കൂടി ആയിട്ടില്ല, അതാ സംഭവം. ഭയങ്കര ഇത് ഇത്ര വലുപ്പമൊന്നുമില്ല, ഇത് ചെറുതായിരുന്നു. 50 പൈസ ആയിരുന്നു ആദ്യം കിട്ടുക, കുഞ്ഞതായിരുന്നു. ഇപ്പോൾ ഇതിന് 1 രൂപയാണ് കേട്ടോ, അത്രയും വലുപ്പമുണ്ട്. അപ്പോൾ ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് 5 എണ്ണം അവനും 5 എണ്ണയ്ക്കും. എനിക്കിനി 3 എണ്ണം ബാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചൊക്കെ ഇല്ലെങ്കിൽ എനിക്ക് കിട്ടൂല, അവനടിച്ച് മാറ്റി തന്നു. ഞങ്ങൾ എമിലി ഫാൻസാണ് ഗൈസ്. ഡ്രസ്സ് മാറ്റട്ടെ. TCക്കൊക്കെ അപേക്ഷ കൊടുത്തു കേട്ടോ. ടീച്ചറോട് സംസാരിച്ചു. TCക്ക് അപേക്ഷ കൊടുത്ത് ഇനി എന്നാ കിട്ടാന്നുള്ളത് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പോകാൻ വേണ്ടി വാങ്ങണമെന്നു എന്തൊക്കെയോ പറയുന്നത്, വാങ്ങാൻ വേണ്ടിയിട്ട് പോകണം. അതെപ്പോഴാണെന്നുള്ളത് അറിഞ്ഞോടാ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാനേതായാലും മാറ്റട്ടെ കേട്ടോ, എന്നിട്ട് വരാം. അച്ഛൻ ചായ കൂട്ടാനുള്ള പലഹാരമൊക്കെ വാങ്ങിയത് ഞങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ നടന്നിട്ടാണല്ലോ പോയി വരികയെന്ന് ഓർത്തിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വണ്ടി കിട്ടുന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ അച്ഛനും സുതിമാവനും ചായ കൂട്ടാൻ വേണ്ടിയിട്ട് 10 രൂപ വാങ്ങിയിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പീസ് ഞങ്ങൾക്കും കിട്ടി. അപ്പോൾ ബാത്റൂം ഇതേപോലെയൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മേലെ നമുക്ക് കാവി ഇടണം. ഈ സാധനത്തിൻ്റെ പേരെന്താണെന്നുള്ളത് മറന്നുപോയി കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, ഇതിൻ്റെ പേരെന്താണെന്നുള്ളത്. കാവി ഇട്ടിട്ട് ആ ചുമരിൻ്റെ മേലെ കണ്ടില്ല, ബാത്റൂമിൻ്റെ ആ ഒരു സംഭവം, ഈ ചുവപ്പ് കളർ കണ്ട, അതാണ് കാവി. ഞങ്ങളുടെ ഈ കാവി ഇടാന്ന് പറയാം. അപ്പോൾ അത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നിൽക്കുന്ന ആദിമോനെയാണ് കാണുന്നത് നിങ്ങളിപ്പോൾ. പണ്ട് സുതിമാവൻ്റെ കൂടെ ഞാനിരുന്നു കയ്യാളായിട്ടുണ്ടാവുക. ചോറൊക്കെ കഴിച്ചിട്ടോ, വീഡിയോ എടുക്കാൻ മറന്നുപോയോ. പിന്നെ ഇവിടെ ബാത്റൂമിൻ്റെ പണി ഇങ്ങനെ ഏകദേശം തീരാനായി. നമ്മുടെ ഈ കാവി ഇടൂലേ, നിലത്ത് ടൈൽസ് ഇടുന്നില്ലേ, കാവി ഇടുന്നത്. കാവിക്ക് എന്താ പറയുക, ആ സംഭവത്തിന് എന്തായിരുന്നു പറയുക, പേര് പറഞ്ഞു ഞാൻ നോക്കിയിട്ട്, ഞാൻ ആലോചിച്ചിട്ട് എന്തായിരുന്നു നോക്കിയിട്ട് പറഞ്ഞു തരാം കേട്ടോ. പിന്നെന്താ പറയാമെന്നറിയോ, ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമോ അങ്ങനെ നോക്കിക്കുന്നത് അതൊക്കെ ഒരു മെമ്മറി ആണോ. കാരണം എന്താണെന്നറിയോ, പണ്ടില്ലേ എൻ്റെ ചെറുപ്പത്തിൽ സുതിമാവ അമ്മയുടെ വീട്ടിലൊക്കെ ഇതേപോലെ പണിയെടുക്കാണ്ടാവുമല്ലോ. വീട്ടിൽ അധികവും ഞങ്ങളെ വീട്ടിലൊക്കെ പണി സുതിമാവൻ തന്നെയാണ് എടുക്കുക. ആ സമയത്ത് ഞാനിരുന്ന് സുതിമാവൻ്റെ കയ്യാൽ. ഇപ്പോഴും സുതിമാവൻ ഇവിടെ പെയിൻറ്റൊക്കെ അടിക്കാൻ വന്നാൽ ഞാൻ തന്നെയാണ് സുതിമാവൻ്റെ കയ്യാളായിട്ടുണ്ടാവുക കേട്ടോ. സാധനം എടുത്തുകൊണ്ട് വരാൻ ഞങ്ങൾ രണ്ടാളും കൂടെ തന്നെ ചെയ്യുക. അപ്പോൾ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. സുതിമാവൻ പണിയെടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിക്കും, പോകൂല, ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുള്ളൂ, എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ആദ്യമോ രാവിലെ തുടങ്ങിയ സുതിമാവൻ്റെ കൂടെ ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ പണീൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടു പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, എന്താല്ലേ ഭയങ്കര മാച്ചാണ്. പണ്ട് ഞാൻ നിന്നു, ഇന്ന് ഓനാണ് നിൽക്കുന്നത്. പാരമ്പര്യം ഇങ്ങനെ നിലനിർത്തി പോകുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അവൻ്റെ കുട്ടി നോക്കി നിൽക്കട്ടെ,
അയ്യോ ഞാൻ അച്ചമ്മയാവും അപ്പത്തേക്ക്. ഗായ്സ്, ഇനി ഒരു കാര്യം കൂടി പറയാണ്ടിട്ട് ഞാൻ മറന്നു പോയടോ. നമ്മളിന്ന് വൈകുന്നേരം ഇപ്പം ഇപ്പം സമയം എത്രയായി നോക്കട്ടെ, 3:21 അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴല്ല, ഒരു 5:30 സമയമാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകും. എങ്ങോട്ടാണെന്നറിയോ? അമ്മേൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. നാളെ നമുക്കൊന്ന് അഡ്വക്കേറ്റിൻ്റെ അടുത്തൊക്കെ പോകാണ്ട്, ഇനിയും എന്തൊക്കെയോ സൈനൊക്കെ ചെയ്യാണ്ടെന്ന് അയാൾ പറഞ്ഞത്. അപ്പോൾ അതിനുകൊണ്ട് 10 മണി ഷാർപ്പ് 10 മണിയാകുമ്പോൾ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇവിടുന്ന് പോകാമെന്ന് പറയുമ്പം ഇവിടെ സിറ്റി ബസ് റൂട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ആദ്യമായി രാവിലെ എണീറ്റില്ലെങ്കിൽ ബസ്സൊക്കെ മിസ്സായിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ നേരം വെക്കും. അപ്പോൾ അതിനുകൊണ്ട് ഞാനും ഓനും ഇന്ന് പോവാണ്. അതല്ല, നാളെ ഇപ്പോൾ പോകുന്ന സമയത്ത് ഓനെന്തായാലും കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതിനുകൊണ്ട് ഓനെ വീട്ടിലാക്കിയിട്ട് പിന്നെ ടൗണിലേക്ക് സിറ്റിയിലേക്ക് പോകുക പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ഞാനും മോനും ഇന്നിപ്പോൾ വൈകുന്നേരം വേങ്ങേരിക്ക് പോവാം. എന്നിട്ട് അവിടെ നിൽക്കാം. നാളെ ഞാൻ ടൗണിലേക്ക് പോകാൻ വീട്ടിലവിടെ ആക്കാമല്ലോ. അവിടെ ആക്കിയിട്ട് ഞാൻ ടൗണിലേക്ക് പോകാം. അമ്മ അച്ഛനും അങ്ങോട്ടേക്ക് എത്തിക്കോളൂ കേട്ടോ. അങ്ങനെയാണിപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഇന്ന് വൈകുന്നേരം നമ്മൾ വേങ്ങേരിക്ക് പോവാണ്. അപ്പം എന്താ പറയുക, കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. ഒരുപാടൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പോകും. സ്കൂളിൽ പോയപ്പോൾ ഇട്ട ഡ്രസ്സില്ലേ, സെയിം ആ ഡ്രസ്സ് തന്നെ ഞങ്ങൾ ഇട്ടിട്ട് പോകണം. പോയിട്ട് വീട്ടിൽ പോയിട്ട് കുളിച്ചിട്ട് മാറ്റുമ്പോൾ ഒരു ഡ്രസ്സ് ഇടല്ലോ അത്. പിന്നെ നാളെ പോകാനുള്ള ഡ്രസ്സ്. പിന്നെ പോയിട്ട് വീണ്ടും വീട്ടിലേക്ക് വരണമല്ലോ. വീട്ടിൽ വന്നിട്ട് അവനെ കൂട്ടിയിട്ട് വേണം തിരിച്ചിങ്ങോട്ടേക്ക് വരാൻ. എന്തായാലും വേഗം വരും. പിന്നെ അവിടെ വൈഫൈ ഉള്ളതിനോട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. പക്ഷെ എന്താ വെച്ചാൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ, വീഡിയോ എടുക്കാനുള്ള സാധനങ്ങളൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കെട്ടിപ്പോയി പോകേണ്ട വയസ്സ്. അപ്പോൾ അതിനോണ്ട് എന്നെക്കൊണ്ട് വയ്യ. അതിനോണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്ക് പോകാം. കുളിച്ചില്ല, ഇന്ന് ഞാൻ കുളിച്ചില്ല. ഞാൻ നിങ്ങളോട് രാവിലെ പറഞ്ഞല്ലോ, ഞാൻ പല്ല് മാത്രമേ തേച്ചിട്ടുള്ളൂ, കുളിച്ചില്ല. ഇനിയിപ്പോൾ കുളിമുറിയിൽ നിന്ന് കുളിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ, കാവിട്ടല്ലോ. ഒരു മിനിറ്റ് ഫോൺ അടിയുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ് ഫോൺ അടിയുന്നതെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ ഞാൻ. ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ ഇത്. ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. രാവിലെ വീഡിയോ എടുക്കാതൊക്കെ ഓർത്തതായിരുന്നു, പക്ഷേ ജാതിക്കളെ പറ്റിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നില്ല. രാവിലെയാണ് തെറ്റിദ്ധരിക്കരുത്, വൈകുന്നേരമാണ്. ബട്ട് നമ്മൾ പോയി വന്നിരിക്കുന്നു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഗൈസ്. പിന്നെ ഇങ്ങോട്ട് വാ. പിന്നെ ഞങ്ങൾ ഇന്നലെ വന്നില്ല, ഞങ്ങൾ ഇന്നാണ് വന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസേ. ഞങ്ങളെ വീട്ടിലേക്ക് പോകാനാ. പൊട്ടപ്പോൾ ബസ്സുണ്ട്. അങ്ങനെ നമ്മൾ ബസ്സിന് കാത്തിക്കാടിട്ട് എൻ്റെ പൊന്നോ വീട്ടിലെങ്ങനെയോ എത്തിയതാണ്. വീട്ടിലെത്തലും കുളിക്കലും വിളക്ക് കത്തിക്കലും അമ്മയായിട്ട് കത്തിച്ച്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ രാവിലെ 10 മണിക്ക് അഡ്വക്കേറ്റിൻ്റെ അടുത്തെത്തി. സൈൻ ചെയ്തതിന് ശേഷം കോടതിയിലേക്ക് പോയിട്ട് അവിടെ നിൽക്കൽ തുടങ്ങിയിട്ട് 3 മണി വരെ ഞാൻ ആ നിൽക്കാണ്, ഇരിക്കാണ്ട് നിൽക്കുകയാണ്. അത്രയും സമയം വരെ നിന്ന് എൻ്റെ കാല് മൊത്തം വേദനയായിട്ട് ഒരടി നടക്കാൻ പോലും വയ്യാതെ ഞാൻ എങ്ങനെയോ എത്തിയത്. ബസ്സിൽ കയറി ഞാൻ ഉറങ്ങിപ്പോയി ബസ്സിൽ. പിന്നെ അമ്മയും മോനെയും കൂട്ടിയിട്ട് ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഇനി എനിക്ക് വയ്യ, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാം. എനിക്ക് വയ്യ, തലവേദന എടുക്കുന്നു, കാലുവേദന എടുക്കുന്നു. ടാറ്റാ.